എത്രയൊക്കെ പ്രശ്നങ്ങൾ, അതായത് പോലീസുകാർ പേരുദോഷങ്ങൾ ഉണ്ടാക്കിയിരുന്നാലും അതിനൊരുപാട് തിരിച്ചടികളൊക്കെ കിട്ടിയിരുന്നാലും അവർ വീണ്ടും പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ കാരണമാണ്, പലരും പഠിക്കുന്നില്ല എന്നുള്ള കാരണമാണ് നമ്മളിപ്പോൾ വെളിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് കുണ്ടറ പെരുമ്പുഴ ഭാഗത്ത് ഉള്ള ഒരു സിയാദ് എന്ന് പറയുന്ന ഒരു ബസ് ഡ്രൈവറാണ്. അയാളുടെ വീടിനടുത്തുള്ള ഒരു സ്ത്രീ ഇയാൾക്കെതിരെ ഒരു പരാതി കൊടുത്ത സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ല, രണ്ട് പിള്ളേരെ, ആൺകുട്ടികളെ രണ്ടുപേരെ കാണാനില്ല എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമുള്ള പരാതി. അതിന് ഇയാളുടെ ഇടപെടൽ അതിലുണ്ടോ എന്ന് സംശയിക്കുന്നതായിട്ട് പറഞ്ഞൊരു പരാതി എഴുതി കൊടുത്തു. ഇത് കിട്ടിയത് വാദി കിട്ടാത്ത വാദി കുറേ പോലീസുകാർ അനങ്ങാതെ കയറി ഒരു വണ്ടിയിലേക്കകത്ത് കയറി ഇഞ്ഞ് പോരുന്നു. ഈ പെൺകുട്ടിയും കൂടെ കൊണ്ടുവന്നു. എന്തിനാ? വീട് കാണിച്ചു കൊടുക്കാൻ. ഈ പെൺകുട്ടി ഈ സിയാദിൻ്റെ വീട് കാണിച്ചു കൊടുത്തു. അവിടെ വന്നു. ഈ സിയാദിന് മോളുള്ളതാണ്, ഒരു കൗമാരപ്രായത്തിലുള്ളൊരു കുട്ടി ഉള്ളതാണ്. ഇപ്പോൾ ഒരു ശ്രീകുമാറെന്നോ മറ്റോ പേരുള്ള ഒരു പോലീസുകാരൻ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ പോലീസുകാരെയൊക്കെ ഈ കുട്ടിക്കൊക്കെ തിരിച്ചറിയാം. അയാളുടെ അച്ഛനും അമ്മയും അപ്പായും ഉമ്മായും ഒക്കെ ഉണ്ട്. ഇയാളെ സുഖമില്ലാത്തവനാണ്. സുഖമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് സി ഉള്ള ആളാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് മഞ്ഞപ്പിത്തം ഉണ്ടാവാം, അത് മൂർച്ഛിക്കാം, മരണത്തിലും കലാശിക്കാം. മഞ്ഞപ്പിത്തം കൂടി കഴിഞ്ഞാൽ അത് നേരെ ഡയറക്റ്റ് ലിവറിനെയാണ് അത് ബാധിക്കുന്നത്. ലിവർ ഫെയിലാവും. പിന്നെ അവസാനം അത് ഒരു മൾട്ടിപ്പിൾ ഓർഗൻ ഡിസീസിലേക്ക് അങ്ങ് മാറിക്കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലുവർ ഉണ്ടായിട്ട് മരിക്കാം. എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരാൾ അയാളെ അവിടുന്ന് വീട്ടിൽ നിന്ന് രാത്രി പിടിച്ചുകൊണ്ട് പോകുന്നു. അയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പറയപ്പെടുന്നത് ഈ പോലീസ് ജീപ്പിലിട്ട് അങ്ങ് പെരുമാറി. ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ധാരണ എന്താണെന്നറിയാം, ഈ പോലീസ് യൂണിഫോമിലാണെന്നുണ്ടെങ്കിൽ ഇടിക്കണം. ഇത് അവരുടെ ഒരു അപ്രഖ്യാപിത നയമാണ്. ഈ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയിട്ടാണ് അവർ കണക്കാക്കാറുള്ളത് പലരും. അങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. ഈ ഗവൺമെൻറ് കാലത്ത് നമ്മൾ കൂടുതൽ കണ്ടിട്ടില്ല. ഇത് മാത്രമാണ് ഇങ്ങനെ പൊന്തി വന്നേക്കുന്നത്. നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, ഇടി, തൊഴി, ചീത്തവിളി ഇത് രണ്ടും അവസാനിപ്പിക്കും എന്ന് പോലീസിൽ. അദ്ദേഹം പറഞ്ഞ എത്രയോ സത്യമാണ്. മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമോ യുവമാർക്ക് ചീത്ത വിളിച്ചില്ലെങ്കിൽ പോലീസുകാരല്ല എന്നുള്ളതാണ് അവരുടെ ധാരണ. ഇവരുടെ വീട്ടിൽ ഇവരുടെ അച്ഛനെയും അമ്മയൊക്കെ ഇതുപോലെ ആയിരിക്കും അവർ സംബോധന ചെയ്യുന്നത്. ഈ തെറിയാണോ വിളിക്കുന്നത്? അല്ലല്ലോ. അതുപോലെ ഇവരുടെ അച്ഛനെയും അമ്മയും മക്കളെയും ഭാര്യയും എല്ലാം എടുത്തിട്ട് ഇതുപോലെ ഇടിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇടി, തൊഴി, അതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അടിയല്ല, ഇടി, തൊഴി, ചീത്തവിളി ഇതൊഴിവാക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് പോലീസിൽ നിന്ന്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നല്ലതാണ്. ആ ഉദ്ദേശം, ആ മാന്യത പുലർത്താൻ പോലീസ് സംഘവും കൂടെ ഒന്ന് കരുതണ്ടേ? അത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ വെച്ചു. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ ഇപ്പം നമ്മൾ കണ്ടു. അധ്യാപികമാർ നമ്മൾ പ്രതീക്ഷിക്കുമോ? 2 ആദ്യം കാവ്യ, കീർത്തന, പിന്നെ 3 കൂടെ പിടിച്ചേക്കുന്നുണ്ട്. അവർക്കും പണം പോയിട്ടുണ്ട്. അത് 30 വയസ്സ് കണ്ടേ പ്രായമുള്ളൂ. ആലോചിച്ച് നോക്കിക്കോളൂ, എന്ത് കഷ്ടമാണെന്ന്. വിദ്യാർത്ഥിനികളെ പഠിപ്പിച്ച് അവർക്ക് നല്ല അവബോധം ഉണ്ടാക്കി അവരെ സമൂഹത്തിലെ ഉത്തമ പൗരന്മാരാക്കി മാറ്റേണ്ട ആളുകളാണ് ഇവർ, അധ്യാപികമാർ. അവർ ചെയ്തേക്കുന്ന പണിയാണ്. പണത്തിന് വേണ്ടി എന്ത് തോന്നിയ ദിവസം കാണിക്കും. ഇവർക്ക് ഈ പണിയാണെന്നോ പറഞ്ഞിട്ടുള്ളത്? വേറെ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചൂടെ? ഇത് നോക്കിക്കോണം. ഇത് മയക്കുമരുന്നിൽ നിന്ന് ഓരോ എണ്ണത്തിൻ്റെ അക്കൗണ്ടിൽ വന്നേക്കുന്നത് 60 ലക്ഷം രൂപ, 90 ലക്ഷം രൂപ ഒക്കെയാണ് അക്കൗണ്ടിലേക്ക് വരുന്ന പണം. ഇത് അക്കൗണ്ട് വഴിയാണല്ലോ. കൈക്കൂലി ആയാലും കള്ളപ്പണമായാലും പിന്നെ മയക്കുമരുന്ന് വിറ്റുള്ള പണമായാലും ശരി, അക്കൗണ്ടിൽ കൂടെ വന്നു കഴിഞ്ഞാലേ കുഴപ്പമില്ല. ഇതിൻ്റെയൊക്കെ ധാരണ അതാണ്. ഇത് പിടിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുണ്ടോ ഇവർക്ക്? ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാണ്
ഈ രീതിയിലേക്ക് വന്നേക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ സബ്ജക്റ്റ് മാറിപ്പോകുന്നില്ല. ഇപ്പോൾ ഈ സിയാദ് എന്ന് പറയുന്ന ഇയാളെ പിടിച്ച് വണ്ടി കയറ്റി ജീപ്പിനകത്തിട്ട് അങ്ങ് പെരുമാറി അടിച്ചു. അയാളുടെ വാരിയലൊടിഞ്ഞത് ഇനിയിപ്പോൾ അവർ പറയും ശ്വാസം വലിച്ചു, അനിയന്ത്രിതമായിട്ടുള്ള ശ്വാസം വലിച്ചു വാരിയൽ പൊട്ടി. അപ്പോൾ അത് പറയാൻ ഒക്കത്തില്ല. വാരിയലൊടിയണമെങ്കിൽ ക്ഷതമില്ലാതെ വാരിയലൊടിയത്തില്ല, ചുമ്മാ വാരിയലൊടിയത്തില്ല. ഈ വാരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനെയും ലങ്സിനെയൊക്കെ പരിപാലിക്കാനും അതിനൊരു കേജാണ്, അത് ഒരു മറയാണ്, അതിനുള്ള ഒരു കവചമാണ് ഈ വാരിയൽ എന്ന് പറയുന്നത്. അത് ഒടിയണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷതമുണ്ടെങ്കിലേ വാരിയൽ ഒടിയുള്ളൂ. കാരണം അതുപോലെ ഇടിക്കുകയോ ചവിട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതാ കാര്യം. എന്തായാലും പോലീസൊന്നും തൊട്ടിട്ടില്ല. പക്ഷേ ഇയാൾ ആശുപത്രി കിടന്ന് അയാൾ മരിച്ചു, അസുഖം മൂർച്ഛിച്ചു. ഇയാളുടെ മകള് വിളിച്ച് ഈ ശ്രീകുമാർ എന്ന് പറയുന്ന പോലീസുകാരനെ വിളിച്ച് പറയുന്നുണ്ട്, സാറേ എൻ്റെ അച്ഛനെ, എൻ്റെ പപ്പായെ എന്തിനാ സാറേ ഇങ്ങനെ ഇടിച്ചു കൊന്നത്, സാറ് ഇടിച്ചതാന്ന് എൻ്റെ അടുത്ത് പപ്പ പറഞ്ഞ് എന്ന് പറഞ്ഞ് കരഞ്ഞ് വളരെ ദയനീയമായിട്ടാണ് വിളിച്ചു പറയുന്നത്. ഇയാൾ കിടന്ന് ബബ്ബ അടിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പോലീസുകാരെ. അയാൾ പറയുന്നത് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ആ രീതിയിലാണ്. ഏതായാലും അത് റെക്കോർഡ് ചെയ്ത് അത് വെളി വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ എന്താണെന്നുള്ളത് എന്തോ ആയിക്കോട്ടെ, അയാളുടെ മരണകാരണം ഇടിയും തൊഴിയൊന്നും അല്ല. അതാണെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ അത് കാണും. പക്ഷേ ഇയാൾക്ക് ശരീരത്തിൽ ക്ഷതമേറ്റിട്ടുണ്ട്. ഒരു അസുഖമുള്ള ഒരാളെ കൂടുതൽ ഉപദ്രവിച്ച് ഈ അസുഖം മൂർച്ഛിക്കാനിടയായി അയാൾ മരണപ്പെട്ടാൽ അതും കൊലപാതകമാണ്, അല്ലെങ്കിൽ നരഹത്യയാണ്. കൊലപാതകത്തെ വരത്തില്ലെങ്കിലും കുറ്റകരമായ നരഹത്യ, കൾപ്പബിൾ ഹോമിസൈഡ്, നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആവും. അപ്പോൾ അതും ചില്ലറക്കാര്യമല്ല, ചെറിയ ഒരു ഒഫൻസല്ല, ജീവപര്യന്തം തടവ് വരെ കിട്ടാവുന്ന ഒരു ഒഫൻസാണ്. ഇനിയിപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള അന്വേഷണങ്ങൾ വേണം എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഈ കേസ് ഇനി കേരള പോലീസ് അന്വേഷിച്ചാൽ നടക്കത്തില്ല, അപ്പോൾ CBI അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള മറുപടിയൊക്കെ വരുന്നുണ്ട്. ഏതായാലും ശരി, ആഭ്യന്തര വകുപ്പിന് വീണ്ടും പേരുദോഷം ഉണ്ടാക്കാനുള്ള എല്ലാ പണികളും ഇവന്മാർ ചെയ്യും, പോലീസുകാർ തന്നെയാണ്. എന്നിട്ട് ഇനി ഇതിനെ അടിച്ചില്ല എന്നൊക്കെ പറയുന്നത് അറിയാം. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാം. CCTV പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇയാളെ ഉപദ്രവിച്ചെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ ഇയാളെ ആ ജീപ്പിൽ ഈ പരാതിക്കാരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു ഇയാളെ ജീപ്പിലിട്ട് ഇഷ്ടം പോലെ ഇടിച്ചെന്ന് പറഞ്ഞു. ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. അതല്ലേ ഏറ്റവും നല്ല സാക്ഷി. അതായത് ആ കേസിലെ വാദിയായ പരാതിക്കാരിയായ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, വെളിവാക്കിയിട്ടുണ്ട്, പോലീസുകാർ ഇയാളെ ഉപദ്രവിച്ചു എന്ന്. അത് മതി. ഇതെന്തിനാ ഈ പോലീസുകാർക്ക് ഈ ഉപദ്രവിക്കണമെന്ന് ഇത്രയും ആഗ്രഹം? നിങ്ങൾ നീതി നടത്താൻ വരുന്നവരല്ലേ, നിങ്ങൾക്കതങ്ങ് ചെയ്താൽ പോരെ? അത് ബാക്കി നിങ്ങളെ ഇവന്മാരെ ഉപദ്രവിച്ച് ശിക്ഷിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ലല്ലോ. ശിക്ഷിക്കാനുള്ള അവകാശം അവർക്ക് കോടതികൾക്കാണ്. ശിക്ഷ വിധിക്കാം. എന്നിട്ട് ആ ശിക്ഷ നടപ്പാക്കേണ്ടത് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ജയിലുകൾ വഴി നടപ്പാക്കണം. അതല്ലാതെ നിങ്ങൾക്ക് ഈ അടിക്കാനും പിടിക്കാനുമുള്ള യാതൊരു അധികാരവും ആരും തന്നിട്ടില്ല. ഈ ചെയ്തത് തെറ്റ്. യഥാർത്ഥത്തിൽ സിയാദിൻ്റെ മരണത്തിൽ ശരിയായ ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിൽ തെളിയുന്ന കാര്യങ്ങൾ, കുറ്റക്കാരാരാണെന്ന് ഉണ്ടെങ്കിൽ അത് തെളിയുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷയും വേണം. അതാ വേണ്ടത്. അപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ വാചകങ്ങൾ ഓരോ പോലീസുകാരനും ഒന്ന് മനസ്സിൽ കരുതുക. പോലീസിലെ ഈ ഇടി, തൊഴി, ചീത്തവിളി ഇതൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കണം. പോലീസിന് ഒരു നല്ല പേരുണ്ടാക്കിയെടുക്കുക, നല്ല രീതിയിൽ പോവുക. ഇപ്പം നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ നമ്മൾ കണ്ടല്ലോ, അതേപോലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. ഓപ്പറേഷൻ തൂഫാൻ എന്നും പറഞ്ഞ് വെള്ളം അടിച്ച് ബോധമില്ലാതെ പലയിടത്തും എന്ത് കയറരുത്. അതും നമ്മൾ കുറേ അവന്മാർ കാണിക്കുന്നത് കണ്ടു. ഇങ്ങനൊന്നും ചെയ്യരുത്. കാരണം ആ നല്ലൊരു പേരുള്ളത് ആ പ്രതിച്ഛായ ഇല്ലാതാക്കരുത്.